ആ പാർട്ടിയെ മുഴുവൻ ഡിസ്റ്റോർട്ട് ചെയ്തു, നശിപ്പിച്ചു. അതിന് തോമസ് ഐസക്കിനും MA ബേബിക്കും ഒന്നും ഒരു റോളും ഇല്ല. ചുമ്മാ റോൾ ഉണ്ടെന്ന് കുപ്പായി ഇട്ടോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ വലിയ ചുമ്പായും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങളാണ് ഇത്. ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നത് പൈസ കൺട്രോൾ ചെയ്യുന്നവരാണ്. ഈ പൈസയുടെ കൺട്രോളിൽ ഇവർക്ക് ഒരു ചുക്കുമില്ല. പൈസ കൺട്രോൾ ചെയ്യുന്ന മഹാന്മാർ കുറച്ച് പേരുണ്ട്. അവരുടെ കയ്യിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്നത്തെ മാർക്സിസ്റ്റ് ഫംഗ്ഷനിങ്ങിന് തന്നെ ധാരാളം പൈസ വേണം. ഈ പൈസയൊക്കെ എവിടെ നിന്നുണ്ടാക്കും? ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ അവർ കറക്റ്റായേ പറ്റൂ. പല മാഫിയ, ഗാങ്സ്, മറ്റത് മറിച്ചത് ഒക്കെ ബന്ധപ്പെട്ട് നിന്നേ പറ്റൂ. ഈ ബന്ധപ്പെട്ട് നിന്നില്ലേ പൈസ ഉണ്ടാവുന്നില്ല. ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പരിസ്ഥിതി അവബോധം നഷ്ടപ്പെട്ടേ പറ്റൂ. അവർക്ക് എല്ലാ പരിസ്ഥിതി അവബോധ പ്രസ്ഥാനങ്ങളോട് ശത്രുത തോന്നിയേ പറ്റൂ. ഇപ്പൊ മേധാ പട്കറിന്റെ കൂടെ VS അച്യുതാനന്ദൻ പ്രസംഗിക്കാൻ അത് VS അച്യുതാനന്ദനെ പറ്റൂ, പിണറായി വിജയൻ പറ്റൂല. ഇപ്പൊ TP ചന്ദ്രശേഖരൻ മാത്രം ഒരു നാഴികക്കല്ലാവുന്ന അവിടെയാണ്. ഒരു വലിയ വാട്ടർ ഷെഡാണ്. അതോടുകൂടി ഒരു വലിയ മാറ്റം ടോട്ടൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വരാൻ പോകുന്നത്. താങ്കൾ ഉദ്ദേശിച്ച ഡിബേറ്റ് അതുവഴി നടക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിക്കഴിഞ്ഞത് ഇനിയിപ്പോ വരാൻ പോകുന്ന ഇനിയിപ്പോ ഈ ജൂലൈ മാസത്തിനുള്ളിൽ സിസേറിയൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അച്യുതാനന്ദനെ പുറത്താക്കും. ഗർഭം ധരിച്ചു കഴിഞ്ഞു ആ സാധനം. അച്യുതാനന്ദൻ ജൂലൈ മാസത്തിൽ പോകുമെന്നാണ് എന്റെ അഭിപ്രായം. പുറത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലനം എന്തൊക്കെ പറഞ്ഞു, വലിയ കൂറ്റൻ ചലനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഊഹിക്കാൻ കഴിയാത്ത ചേഞ്ചസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ അതിന് കഴിയും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ദുരിമ മുതൽ VS വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തെ താങ്കൾ പറയുന്ന കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനിടയ്ക്ക് ഒട്ടേറെ രാഷ്ട്രീയവാദികളുണ്ടായി. ഈ പഴയ പ്രസ്ഥാനമല്ല ഇന്നത്തെ പ്രസ്ഥാനം.